റിജിൽ മാക്കുറ്റി, തോട്ടട ITIയിലെ സംഘർഷം കണ്ടു കാണുമെന്ന് കരുതുന്നു. അവിടെ യൂണിറ്റ് പ്രസിഡന്റ് ഒരു കൊടി കെട്ടിയപ്പോഴാണ് ഇപ്പോൾ മർദ്ദനമേറ്റ അബോധാവസ്ഥയിലായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ നിങ്ങൾ ഏറ്റെടുക്കുന്നത്? വർഷങ്ങളായി കണ്ണൂർ ITയിലും പോളിയിലും ഒരു വിദ്യാർത്ഥി സംഘടനകളും സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാതെ ഏകാധിപത്യ ക്യാമ്പസ് ആക്കിയത് മാറ്റിയാണ് ഇടിമുറികളും ആയുധപ്പുരകളുമായി മാറുന്നു. അവിടെ SFIയുടെ ഏകാധിപത്യമാണ്. ആ ഏകാധിപത്യത്തിനെതിരായി ഇത്തവണ KSU യൂണിറ്റ് എടുത്തു. KSUവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തി. ഇതിനു മുമ്പേ KSUവിന്റെ യൂണിറ്റ് നേതാക്കന്മാരെ ക്രൂരമായി ആക്രമിച്ചു. അതിന് കൊടിമരം സ്ഥാപിച്ചു. കൊടിമരം സ്ഥാപിച്ചത് പകല് തന്നെ പുലിതെറിഞ്ഞിരിക്കുന്നു. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഈ അക്രമകാരികൾ ക്രിമിനലുകളെയാണോ ക്യാമ്പസിനകത്ത് പഠിപ്പിക്കുന്നത്? ഒരു വിദ്യാർത്ഥി സംഘടനക്ക് പ്രവർത്തിക്കാൻ പോലും അവസരമില്ലാതെ ഏകാധിപത്യ ക്യാമ്പസുകളാക്കി ഇവർ എത്ര കാലം കൊണ്ടുപോകും? ഈ ക്രൂരമായ അക്രമ നേതൃത്വം SFIയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ലേ? വേറെ ഒരു കാര്യമല്ല, അസന്മാർഗിക പ്രവർത്തനമല്ല. സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി KSU തയ്യാറായപ്പോൾ അവരെ ക്രൂരമായി ഗുണ്ടകളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംഘടനയല്ലേ? ഈ നാട്ടിനകത്ത് എതിർ ശബ്ദങ്ങളിൽ ഉയരാൻ പാടില്ല എന്നുള്ളതാണോ? ഇരുകൂട്ടരും ഏറ്റുമുട്ടിയപ്പോഴാണ് പോലീസ് ലാത്തി വീശിയത്. പോലീസ് നടപടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രീ റിജിൽ മാക്കുറ്റി, പോലീസ് നോക്കി നിന്നിട്ടില്ല. പോലീസ് തന്നെയാണ് SFIക്കാരെയും ഒക്കെ അവിടെ നിന്ന് അടിച്ചോടിച്ചതും ഇപ്പോൾ റിബിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതും പോലീസ് വാഹനത്തിലാണ്. അതാണ് ഇത്രയും ക്രൂരമായിട്ടാണ് വേട്ടയാടുന്നത്. പോലീസ് അവിടെ ഇത് സംഘർഷം ഉണ്ടാകുന്ന ബോധ്യമുണ്ട്. കാരണം അവിടെ കൊടിമരം പരസ്യമായി പിഴുതെറിയുന്നു. എത്ര ക്രൂരമായാണ് ആക്രമിക്കപ്പെടുന്നത്? വളരെ ബോധപൂർവ്വം ഇത് സംഘടിതമായി ആസൂത്രിതമായാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ആ ക്യാമ്പസിനകത്ത് ITയും പോളിയും അവിടെ കാലങ്ങളായി ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ ഒരു മാറ്റത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ തയ്യാറായപ്പോൾ അവിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരിയാരം മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടതുപോലെ SFIക്ക് നഷ്ടപ്പെടുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ അക്രമ പേക്കൂത്തുകൾക്ക് SFI നേതൃത്വം കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഒന്ന് മാറ്റമുണ്ടാക്കുക ശ്രീ റിജിൽ മാക്കുറ്റി? ഇങ്ങനെ പോയാൽ എങ്ങനെയാകും നമ്മുടെ കലാലയങ്ങൾ? ബംഗാളിൽ നിന്ന് നശിച്ചതുപോലെ രാജ്യത്ത് പോകുന്ന നശിക്കാണ്. ഈ ഏകാധിപത്യം കൊണ്ടാണ് ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. ഈ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും തങ്ങൾ ഏകാധിപത്യ ധിക്കാരികളുമാണെന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇവർ പോവല്ലേ? ഇവർക്ക് ഈ പാർട്ടി എന്തുകൊണ്ട് ഇല്ലാതായിരിക്കുന്നു? ബംഗാളും ത്രിപുരയൊക്കെ ഇവർക്ക് കൊടിമരം പോലും പുലർത്താൻ പറ്റുന്നുണ്ടോ? അവിടെ അടിച്ചോടിക്കല്ലേ? നാളെ ഈ നാട്ടിലും ആ രൂപത്തിലേക്ക് CPM വരുമെന്ന സമയത്ത് തർക്കമില്ല ഇതേ പോക്ക് പോവുകയാണെങ്കിൽ. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. വളരെ നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി പ്രതികരിച്ചതിന്.